നമസ്കാരം. ബിജു ചെറിയാൻ മണലേത്ത്, ദ ഇൻഡ്യൂട്ടീവ് വിസ്ഡം മാസ്റ്റർ മൈൻഡ്. പ്രകൃതിയുടെ 12 യൂണിവേഴ്സൽ നിയമങ്ങളിൽ നമ്മൾ 5 നിയമങ്ങൾ നമ്മുടെ സെയിൽസിലും ബിസിനസ്സിലും എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് 6ാമത്തെ നിയമമായിട്ടുള്ള ദ ലോ ഓഫ് പെർപെക്ച്വൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് എനർജി, അല്ലെങ്കിൽ ഊർജത്തിന്റെ ശാശ്വതമായ പരിവർത്തന നിയമം എങ്ങനെ സെയിൽസിലും ബിസിനസ്സിലും പ്രയോജനപ്പെടുത്താമെന്ന് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജി അട്രാക്ട്സ് പോസിറ്റീവ് റിസൾട്ട് എന്നുള്ളതാണ്. അതായത് പോസിറ്റീവ് എനർജി പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. അതായത് നമ്മൾ സെയിൽസിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, നമ്മുടെ നിത്യ ജീവിതത്തിൽ തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഇടപെടുന്ന വ്യക്തികൾ നമ്മുടെ ഉപഭോക്താക്കളായിക്കോട്ടെ, ക്ലയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, ഇവരോടൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് ഇടപെട്ട് കഴിയുമ്പോൾ അതേ പോസിറ്റീവ് വൈബ്രേഷൻ, പോസിറ്റീവ് റിസൾട്ടുകൾ, അല്ലെ അതേ പോസിറ്റീവ് എഫക്റ്റോടുകൂടിയുള്ള ഇടപെടലുകൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. തീർച്ചയായിട്ടും ഉപഭോക്താവിന് പോസിറ്റീവായിട്ടുള്ളൊരു ഇൻപുട്ട് ആണ് ലഭിക്കുന്നതെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് ലഭിക്കും. അപ്പം ബിസിനസ്സിലും സെയിൽസിലും പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ പോസിറ്റീവ് എനർജി പുറപ്പെടുവിക്കേണ്ടതായിട്ടുണ്ട്. പോസിറ്റീവ് എനർജി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പോസിറ്റീവ് റിസൾട്ട് തന്നെ നമുക്ക് ലഭിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കൺവേർഷൻ ഓഫ് എഫേർട്സ് ഇൻടു റിസൾട്ട്സ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ പരിശ്രമങ്ങളെ നമ്മൾ റിസൾട്ടുകളാക്കി മാറ്റാം. ബിസിനസ്സിലോ സെയിൽസിലോ നമ്മൾ ഇടപെടുന്ന വ്യക്തികളിൽ, നമ്മുടെ ക്ലയൻസില്, നമ്മുടെ കൺസ്യൂമേഴ്സില് നമ്മൾ അവർക്ക് പ്രോസ്പെക്ട് ചെയ്യുമ്പോൾ, അവരിൽ നിന്ന് ലീഡ് കളക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ, അവിടെ ക്ലോസിംഗിലായിക്കോട്ടെ, അതായത് നമ്മൾ സെയിൽസിന്റെ എല്ലാ മേഖലകളിലും, സെയിൽസിൽ A to Z മേഖലകളിൽ നമ്മൾ ആ സെയിൽസ് ആരംഭിക്കുന്ന ദിശയിൽ തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് പ്രോസ്പെക്ട് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് ക്ലയൻസിനോട് ഇടപെട്ട് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് നിന്ന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് ലഭിക്കും. വിൽപ്പനയിൽ നമ്മൾ ഉടനീളം ആ പ്രോസസ്സിൽ നമ്മൾ കസ്റ്റമേഴ്സിനോട്, അല്ല ഉപഭോക്താക്കളോട്, ക്ലയൻസിനോട് നമ്മൾ ഇടപെടുമ്പോൾ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കണം എന്നുള്ള നിലയിൽ നമ്മൾ അവരോട് ഇടപെടുമ്പോൾ അതിന്റെ ഫലമായിട്ട് ആ കൺസ്യൂമറിൽ നിന്ന് പോസിറ്റീവ് റിസൾട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ വേണം നമ്മൾ ക്ലയൻസിനോട് ഇടപെടുവാനായിട്ട്. ലോ ഓഫ് പെർപെക്ച്വൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് എനർജി നിങ്ങളുടെ നിത്യജീവിതത്തിലും സെയിൽസിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണും വരേക്കും നന്ദി, നമസ്കാരം.